ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ ഈ ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ക്രോപ്പ് ടോപ്പിലും ബ്ലൗസിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു ഫുൾ സാരിയാണ് എടുത്തേക്കുന്നത്. ക്രോപ്പ് ടോപ്പും അതേപോലെ സ്കേർട്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 മീറ്റർ ബ്ലൗസ് ബിറ്റും പിന്നെ അതേപോലെ 5 മീറ്ററാണ് സ്കേർട്ട് ചെയ്യാനായിട്ട് എടുത്തേക്കുന്ന മെറ്റീരിയൽ. ഒരു ഫുൾ സാരി വേസ്റ്റ് ചെയ്യാതെ നമ്മൾ സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളറാണ് എൻ്റെ ബ്ലൗസിൻ്റെ പീസ്. അപ്പോൾ ഞാൻ എന്താ പറയുക, മാർക്കിംഗ് ഒക്കെ ചെയ്ത് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്തേക്ക് നെക്ക് വെക്കാതെ മുകൾ ഭാഗത്തേക്കാണ് ഞാൻ വെച്ചേക്കുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ നെക്ക് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പീസൊക്കെ വെച്ച് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ പീസ് വെച്ച് ജോയിൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നെക്ക് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിന് വേണ്ടിയിട്ട് താഴ്ഭാഗം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അടിഭാഗത്തെ എന്താ പറയുക ആ ബോർഡർ എടുത്തിട്ടില്ല. സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ വണ്ണം 7 കേട്ടോ എനിക്ക് വരുന്നത്. അപ്പോൾ ഒരു 3 ഇഞ്ചിലൊക്കെ നമുക്ക് കറക്റ്റ് 7.5 ചെയ്യേണ്ട, 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് മാർക്ക് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സ് ആണ് എടുത്തേക്കുന്നത്. ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ വണ്ണത്തിനൊത്ത് ചെയ്താൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബീഡ്സ് സൂചിയിൽ കയറി ഒട്ടാക്കി സൂചി ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമുക്ക് വിട്ടിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക്. ആദ്യത്തെ ലെയർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുവാണ്. പിന്നെ രണ്ടാമത്തെ ലെയർ നമ്മുടെ സ്കേർട്ടിൻ്റെ മാച്ചിങ് ആയിട്ട് കളർ എടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയുക പർപ്പിൾ കളർ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ലെയർ ക്രിയേറ്റ് ചെയ്തെടുക്കുവാണ്. തേർഡ് ലെയർ വീണ്ടും ഷുഗർ ബീഡ്സ് തന്നെ. അതത്രയും കംപ്ലീറ്റ് ആയതിന് ശേഷം 1 ഇഞ്ച് വീതിയും നീളമുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി ഒരു പീസും എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് ആ ഷേപ്പിന് വരച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ ബോക്സ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ലെവലായിരിക്കണം കേട്ടോ ബോക്സ്. അത് നമ്മുടെ ഈ വലിയ പീസ് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതേപോലെ എന്നിട്ട് വരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ ബോക്സ്. എന്നിട്ട് ബോക്സിന് ആ ലൈൻ വരച്ചതിനകത്തൂടെ നമ്മൾ ഷുഗർ ബീഡ്സ് തന്നെ വെച്ച് നമ്മൾ വരച്ച രീതിയിൽ തന്നെ ഷുഗർ ബീഡ്സ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നല്ല ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കേട്ടോ. എന്നാലും നല്ല ഭംഗിയാണ്. ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ബ്രൈഡൽ വർക്ക് ആണെന്നൊക്കെ പറയാം, എന്നാലും നമ്മുടെ ആഗ്രഹത്തിന് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അല്ല ഓൾമോസ്റ്റ് 1 മണിക്കൂർ എടുത്തിട്ടാണ് ഒരു സ്ലീവിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തത് കേട്ടോ.
ഓൾമോസ്റ്റ് എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഞാൻ ഇതേപോലെ ഗം എടുത്തിട്ടുണ്ട്. B7000 ഗമ്മും തിലകം സ്റ്റോണാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഗോൾഡൻ കളർ തിലകം സ്റ്റോണും എടുത്തിട്ട് ഇതേപോലെ ബോക്സിൻ്റെ 4 സൈഡും ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അവിടെ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് പുട്ടാസോ എന്തെങ്കിലും ചെയ്തെടുക്കാം. ബട്ട് ഇതൊന്നുകൂടെ കോസ്റ്റ് കുറവാണ്. അതേപോലെ റിച്ച് ലുക്ക് തരും. നമ്മൾ അത്രയും സ്റ്റോൺസ് ഒട്ടിച്ച് വരുമ്പോഴത്തേനും റിച്ച് ലുക്കാണ് കേട്ടോ. അതേപോലെ ഈ സ്റ്റോൺസ് ഒട്ടിച്ചതിൻ്റെ സെൻറ്ററിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. ഒന്നുകൂടെ റിച്ച് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുവാണ്. ഉണങ്ങിയതിന് ശേഷമുള്ള ലുക്കാണ് കേട്ടോ. ഇത്രയാണ് കേട്ടോ നമ്മുടെ ബോർഡർ. 5 ഇഞ്ചിൻ്റെ ബോർഡറാണ് കേട്ടോ ചെയ്തെടുത്തത്. പിന്നെ നെക്ക് നമുക്ക് ചെയ്യാൻ ഇതേപോലെ ഒരു പേപ്പർ 2ആയിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ വീതി കൊടുക്കുന്നത് 2.25 കേട്ടോ. ഇറക്കം കൊടുക്കുന്നത് 5 ഇഞ്ചാണ് കേട്ടോ ഇറക്കം. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും അത് 4.5 ആവും. എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് കൊടുത്തു. അത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക്. ഇനി നമ്മൾ ആ ക്ലോത്തിൽ കറക്റ്റ് നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് താഴോട്ടൊരു സെൻറ്റർ ലൈൻ കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് നെക്ക് ഡ്രോ ചെയ്തെടുക്കുക. മുകളിൽ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പ് 2 സൈഡിലും ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴത്തേനും ബീഡ്സ് ഉണ്ടെങ്കിൽ അത് പാടാണ്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് കറക്റ്റ് നെക്കിന് നമ്മൾ ആ ഡ്രോ ചെയ്ത നെക്കിന് കറക്റ്റ് ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലെയർ കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ എങ്ങനെയാണോ സ്ലീവ് കൊടുത്തത്, ആദ്യം ഷുഗർ ബീഡ്സ്, പിന്നെ സെൽഫ് കളർ ബീഡ്, പിന്നെ ഷുഗർ ബീഡ്സ്, അങ്ങനെയാണ് കേട്ടോ കൊടുക്കുന്നത്. അതത്രയും കംപ്ലീറ്റ് ആയി ലോക്കിട്ട് അവസാനിപ്പിക്കുക. പിന്നെ ഈ ഒരു ഷേപ്പ് എടുത്ത് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതിലേ കൂടെ നമുക്ക്
ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. നമ്മൾ ആ വരച്ച വരയിൽ കൂടെ തന്നെ കേട്ടോ. അത് അത്രയും കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു ക്ലിപ്പ് സ്റ്റോൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കോയിനും എടുത്തിട്ടുണ്ട്, ലക്ഷ്മി കോയിനും എടുത്തിട്ടുണ്ട്. ലക്ഷ്മി കോയിൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി കോയിൻ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ ആ ക്ലിപ്പ് സ്റ്റോണും ഇതിന് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കതിന് ഉള്ളിലൂടെ വർക്ക് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതേപോലെ വീറ്റ് ബീഡാണ് കേട്ടോ എടുത്തേക്കുന്നത്. റൈസ് ബീഡാണ് കേട്ടോ ഇത്. റൈസ് ബീഡ് വെച്ചിട്ട് ഒരു ബുട്ട മോഡൽ ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ. റൈസ് ബീഡിൻ്റെ അറ്റത്ത് ഷുഗർ ബീഡ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ ലെയറും ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അകത്തൊട്ടിച്ച ക്ലിപ്പ് സ്റ്റോണിനകത്തൂടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുവാണ്. സെൽഫ് കളർ ഇട്ടാണ് കേട്ടോ ആ ക്ലിപ്പ് സ്റ്റോൺ ഞാൻ ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നത്. എല്ലാം ഗോൾഡൻ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഗോൾഡൻ മയമായിരിക്കും ഫുള്ളും. അപ്പം ഞാൻ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള നെക്കിൻ്റെ ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ സ്പ്രെഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ പോർഷൻസ് സ്പ്രെഡിങ്സ് കൊടുക്കാം. പിന്നെ രണ്ട് നെക്കും നമ്മുടെ
സ്ലീവും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ഹാങ്ങിങ് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഗോൾഡൻ കളർ ഹാങ്ങിങ് ബീഡ്. പിന്നെ നമ്മുടെ ഷുഗർ ബീഡ്സും. പിന്നെ ചെയ്യുന്നത് സൂചി നൂലും എടുത്തിട്ടുണ്ട്. ആദ്യം സൂചി ഒന്ന് നൂലൊന്ന് ലോക്കിട്ടെടുത്തു. പിന്നെ ഞാനൊരു 5 ഷുഗർ ബീഡ്സ് കോർത്തു. അതിനകത്തൂടെ നമ്മുടെ ഹാങ്ങിങ് കോർത്തു. എന്നിട്ട് ആ ഷുഗർ ബീഡ്സിനകത്തൂടെ ഒന്ന് നൂല് വലിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിത് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പ് മാർക്ക് ചെയ്യുക. എന്നിട്ട് സൂചി ഒന്ന് അകത്തൂടെ എടുത്തു, 5 ബീഡ്സ്, പിന്നെ നമ്മുടെ ആ ഹാങ്ങിങ്. എന്നിട്ട് ഷുഗർ ബീഡ്സിനകത്തൂടെ നമ്മൾ ആ നൂലിനെ എടുക്കുകയാണ് കേട്ടോ. വീണ്ടും ഇതേപോലെ നമുക്ക് ഫുള്ള് ഹാങ്ങിങ്സ് ചെയ്തെടുക്കാം. സ്ലീവ്സിലും അതേപോലെ ഞാൻ ഹിപ്പിലും, നമ്മുടെ ക്രോപ്പ് ടോപ്പാണ്, അപ്പോൾ ഹിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ. സ്ലീവ്സിൽ ആഡ് ചെയ്യുന്നതിനേക്കാളും ഭംഗിയാണ് ഹിപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളി ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ? ബായോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് വർക്കാണ് കേട്ടോ. നമ്മുടെ ക്രോപ്പ് ടോപ്പിനായാലും ബ്ലൗസിനൊക്കെ ആയാലും നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ആരി വർക്ക് അറിയില്ലെങ്കിലും സൂചിയിലായാലും നമുക്ക് നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വർക്കാണ്. ഹാങ്ങിങ്സ് ഹൈലൈറ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഹാങ്ങിങ്സ് യൂസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ അടുത്ത് ചെയ്യുമ്പോൾ എന്തായാലും ഹാങ്ങിങ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.